വോട്ട് തേടിയ വോട്ടർമാരുടെ മുന്നിലെത്തിയപ്പോൾ ഇഷ്ട സീരിയൽ താരത്തെ കൺമുന്നിൽ കിട്ടിയ അത്ഭുതം. അരുവിക്കരയിലെ BJP സ്ഥാനാർത്ഥി നടൻ വിവേക് ഗോപനാണ് തൊഴിലുറപ്പ് അമ്മമാരുടെ വാത്സല്യം അനുഭവിച്ചറിഞ്ഞത്. വിവേകിന്റെ മറക്കാനാകാത്ത പ്രചാരണ കാല ഓർമ്മയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇലക്ഷന് എനിക്ക് ആ ഒരു സമയത്ത് മറക്കാനാവാത്തൊരു അനുഭവം, ഒരു തൊഴിലുറപ്പ് മേഖലയിൽ പോയി ഒരു 10, 25, 30ഓളം അമ്മമാർ പണിയെടുക്കുന്ന ഒരു തൊഴിലുറപ്പ് മേഖലയിൽ പോയി. അപ്പോൾ അവർ ഏകദേശം അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നിന്ന സമയത്താണ് ഞാൻ വരുന്നു എന്നുള്ളതും അമ്മമാരെ കാണാൻ വേണ്ടി വരുന്നു എന്നുള്ളത് അവിടെ പോയി പറഞ്ഞത്. പക്ഷെ അവർ എനിക്ക് വേണ്ടിയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ചെന്നത് ഒരു അരമണിക്കൂർ വൈകി. അവരവിടെ ചെന്ന ഉടനെ എനിക്ക് തന്ന ഒരു വെൽക്കം എന്ന് പറയുന്നത്, അയ്യോ നമ്മുടെ സൂരജ് മോഹനല്ലേ ഇത്, ഇലക്ഷനൊക്കെ മത്സരിച്ച് വിജയിച്ച് പോകണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അവർ കുറേ അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പേരറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ കുറേ പേര് അമ്മമാർ അറിയാം ഞാൻ യഥാർത്ഥ പേരെന്താണെന്ന് പറ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ ചോദിച്ചു വിവേക് ഗോപൻ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു അമ്മ സൂരജ് അമ്മ കൊള്ളാം, ബെസ്റ്റ്, അത് 100% ഉറപ്പിച്ച് പറയാം. അവിടെ നിന്ന് 40 അമ്മമാരും എന്നെ സഹായിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. അത്ര വലിയ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. ഇനി യുവാക്കൾ ഭരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നാടിന് കൊണ്ടുവരട്ടെ. സൂരജ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു 10-11 വർഷമാവും ഇപ്പം തീർന്നിട്ട്. 5 വർഷം നീണ്ടു നിന്ന ഒരു സീരിയലായിരുന്നു. ഇപ്പം തീർന്നിട്ട് തന്നെ ഒരു 11 വർഷത്തോളമായി. പക്ഷെ എന്നിട്ടും ആൾക്കാർ ഇപ്പോഴും സൂരജ് എന്നുള്ള, അതിനുശേഷം ഞാൻ ഒത്തിരി സീരിയൽസ് ചെയ്തു, ഒരു 5-6 സീരിയൽസിന് മുകളിൽ ചെയ്തു. പക്ഷെ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ സൂരജ് എന്നുള്ള പേര് നിറഞ്ഞു നിൽക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ശരിക്കും ഈ പറഞ്ഞ ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് എനിക്കും വിശ്വാസമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.